എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉണ്ട്. അപ്പോൾ ഡോണയ്ക്കുള്ള പാല് കൊടുത്തു, ഇഡ്ഡലിയും ചട്നിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പം ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി, ആപ്പിളും ഒക്കെ വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ സ്മൂത്തി ഉണ്ടാക്കിയത്. ആ സ്മൂത്തി കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ മെയിൻ പരിപാടി ക്ലീനിങ് ആണ്. അപ്പോൾ വീട് ഫുള്ളും ക്ലീൻ ചെയ്യണം. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായി, ഒരു 10:30 ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ. എന്നാലും ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ സൺഡേ ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ ക്ലീനിങ് ചെയ്യാറുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഡീപ്പായി ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ആപ്പിളും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തലേ ദിവസം തന്നെ കുതിർത്തിയിട്ടിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ മധുരത്തിന് തേനാണ് കേട്ടോ ആഡ് ചെയ്തേക്കണത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇലയും പിന്നെ ഉലുവ കുതിർത്തിയതും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നന്നായി നമ്മുടെ ഈ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഡോണയ്ക്ക് സിറപ്പും ടോണിക്കൊക്കെ കൊടുത്തു. പിന്നെ അമ്മ കുറച്ച് നാളികേരത്തിൻ്റെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പം ഞാൻ തലയിൽ ഈ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂറൊക്കെ പിടിക്കും മൊത്തം എല്ലാം ക്ലീൻ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അത്ര നേരം തലയിൽ അതൊക്കെ സെറ്റ്, നമുക്ക് മാസ്ക് തലയിലിടാമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ മുടക്ക് കിട്ടുന്ന ദിവസങ്ങളിലാണ് കേട്ടോ മാസ്ക് ഉപയോഗിക്കാറ്. പിന്നെ പനിയൊക്കെ വരാണ്ട് ശ്രദ്ധിക്കണം. അധികം തണവായി കഴിഞ്ഞാൽ നമുക്ക് നീരുവീഴ്ച വരും, പിന്നെ അത് പനിയൊക്കെ ആയി മാറും. അപ്പം അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഉലുവ നല്ലതാണ് കേട്ടോ ഹെയർ ഗ്രോത്തിന്. ഞാൻ എല്ലാ മാസ്കിലും ഉലുവ ഇടാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അതേ എല്ലാ സംഭവങ്ങളും എല്ലാം മുക്കും മൂലയും അടിച്ച് വാരുക, പിന്നെ മാറാല തട്ടിക്കളയുക, അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ വന്നപ്പോൾ അച്ഛനും ഈ ഉണ്ടാക്കി വെച്ച സ്മൂത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്തായാലും നല്ല ബെനിഫിറ്റുള്ള സ്മൂത്തി ആട്ടോ. കാരണം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള വേറെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഈത്തപ്പഴം ഇടുമ്പോൾ തന്നെ അതിൽ നല്ല അത്യാവശ്യം ഷുഗർ ഉണ്ടാവും. അങ്ങനെ പിന്നെ കിച്ചണിൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞായറാഴ്ച കാരണം അത്യാവശ്യം നോൺ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, മീനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അടിച്ച് വരി വൃത്തിയാക്കി പിന്നെ തുടയ്ക്കണ കാര്യങ്ങൾക്കൊക്കെ കടന്നു. പിന്നെ വർക്ക് ഏരിയയും എല്ലാം അടക്കി പറക്കി ഒതുക്കി വെക്കണം. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ സമയം എടുത്തു കേട്ടോ. ഒരു 2:30-3 മണി എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും വന്നു. അവർ ഉച്ചയ്ക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ സ്മൂത്തി കൊടുത്തപ്പോൾ ഇഷ്ടമായി. പിന്നെ അമ്മ ഇവിടെ മീൻ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടിയ മീനാണ്, പുറത്തുനിന്ന് വാങ്ങിയതല്ല. അങ്ങനെ അപ്പം അച്ഛനാണ് മീൻ നോക്കണത്. പിന്നെ വാഷിംഗ് ബേസിൻ കഴുകുക, വാഷിംഗ് ബേസിൻ പിന്നെ കിച്ചണിൻ്റെ വാഷിംഗ് ബേസിനും അങ്ങനെ റൂം ക്ലീൻ ചെയ്യാണ്ട് ബാത്റൂം ക്ലീൻ ചെയ്യാണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ട് കുളി കഴിഞ്ഞൊക്കെ വന്നപ്പോൾ ഒരു 3 മണിയായി. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനിരുന്നപ്പോൾ 2:45-3 മണിയായി. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം സംഭവങ്ങളുണ്ട്. ബീഫുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, മീൻ കറി ഉണ്ട്, മോരുണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞായറാഴ്ചയാണല്ലോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കണത് കേട്ടോ. അപ്പോൾ അമ്മയാണ് കേട്ടോ ഫുഡൊക്കെ സപ്ലൈ ചെയ്യാറ്. അമ്മ ചേട്ടനും ചിക്കുനും സ്പെഷ്യൽ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചേച്ചിയും അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ എടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആകെ മഴയല്ലേ ചുറ്റും, എന്നും എല്ലാ ദിവസവും മഴയായ കാരണം ഞങ്ങളങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്രയ്ക്ക് അകലേക്കൊന്നും പോവില്ല, നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോവുള്ളൂ. പക്ഷെ എന്നാലും ഇന്നൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കിടന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ റേത്ത് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു, മഴയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഡോണയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആവാറായിപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ 2 ഓറഞ്ചും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പേരയ്ക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എരിവും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, എരിവും ഇങ്ങനെ ചെറിയൊരു ഉപ്പും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്
ഈ സംഭവം ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ചിങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുടിയൊക്കെ ഉണങ്ങി. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് ഇനി ചടവിടർത്തണം. അപ്പോൾ ഈ മൈലാഞ്ചിയുടെ ഈ ഇങ്ങനെ കുറേ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചടവിടർത്തുമ്പോൾ അത് പോവും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഡോണമോളുടെ അടുത്തൊക്കെ ഞാൻ വർത്താനൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുടി ചടയൊക്കെ വിടർത്തിയപ്പോൾ അതുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓളിയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ അച്ഛനാണ് കേട്ടോ ചായ ഒഴിച്ച് തരണത്. അപ്പം ഞങ്ങൾ പലഹാരങ്ങൾ കുറച്ച് മിച്ചറും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ അധികം പലഹാരങ്ങളൊന്നും വാങ്ങാറില്ല. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ. അച്ഛനൊരു ഉമ്മക്ക് കൊടുത്തു. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കണ്ണൻ ചേട്ടനും ജിഷേച്ചിയും പിന്നെ 2 മക്കളും നിളയും നിലവും വരുന്നുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് അവർ വരുന്ന കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറയലാണ് പരിപാടി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കൂടാറൊക്കെ ഉണ്ട്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ, രാത്രിത്തെ വിശേഷങ്ങൾ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. തിങ്കളാഴ്ചത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിങ്കളാഴ്ച ക്ലാസ്സില്ല. ഇപ്പോൾ എക്സാമൊക്കെ ആയി കാരണം സ്റ്റഡി ലീവ് തന്നേക്കുക. അപ്പോൾ അത് കാരണം അത്രയ്ക്കും ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ വർക്കുകളൊക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞ് അവരെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞ് പിന്നെ ഡോണയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവളുടെ ടോണിക്കും സിറപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് സാധാരണ ഈ ദിവസം ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു